ഹലോ നമസ്കാരം. ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഞങ്ങളും ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗായിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് പേര് ഒരുമിച്ച് പോയ ഒരു ട്രിപ്പിൻ്റെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഈ കഥ നടക്കുന്നത് ഹണ്ടർ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കോൾബിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്കറിയില്ല എൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന്. ഞാൻ എന്തായാലും എൻ്റെ സ്പെല്ലിങ് അടിയിൽ കൊടുക്കാം. അപ്പോൾ അപ്പറഞ്ഞ സ്ഥലത്ത് നമ്മളെല്ലാവരും കൂടെ കുറേ പേര് ചേർന്ന് പോയ ഒരു അടിപൊളി ട്രിപ്പിൻ്റെ വ്ലോഗായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ താമസിക്കുന്ന സബർബിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പിന് പോയ നമ്മളെല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു ഡിസ്റ്റൻസ് ഏറെക്കുറെ ഒരുപോലെ തന്നെയായിരുന്നു. നമ്മൾ ഫ്രൈഡേ ആണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മോസ്റ്റ്ലി എല്ലാവരും തന്നെ വർക്കിംഗ് ആയിരുന്നു. ഞാനന്ന് ഓഫായിരുന്നു കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 6 മണി 7 മണിയോടുകൂടി നമ്മൾ അവിടെ എത്തണം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഈവനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ അവിടെ പെരുമഴയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു മഴ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നല്ല ഹെയിൽ സ്റ്റോമോട് കൂടിയാണ്. നമ്മുടെ ആലിപ്പഴമൊക്കെ കയ്യിൽ വീഴുന്ന ടൈപ്പ് മഴയായിരുന്നു. പക്ഷേ എല്ലാവരും ഒരു 7 മണി 7:30 കൂടി താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് രാത്രി ഒരു 8:30 9 ഒക്കെ ആയാലും അത്യാവശ്യം വെളിച്ചുണ്ട്. പുറത്തൊരു 5-5:30 ഫീലാണ് കേട്ടോ. നമ്മളൊരു 2 നൈറ്റ് സ്റ്റേ ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പോയ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു ഏക്കറേജ് ആണ്. അതായത് ഒരുപാട് വലിയൊരു ലാൻഡിനകത്ത് 3 വീടുകളാണ്. ഒരു 4 ബെഡ്റൂമുള്ളൊരു വീട്, 6 ബെഡ്റൂംസുള്ള 2 വീടുകൾ. അതാണ് എൻ്റെ ഒരു ഐഡിയ. കറക്റ്റ് ആണെങ്കിൽ അങ്ങനെയായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി 40+ ആളുകളുണ്ടായിരുന്നു, കുട്ടികളെല്ലാവരും അടക്കം. അപ്പോൾ നമുക്ക് ഈ 3 വീടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനിവിടെ അവിടെ വലിയൊരു വൈനറിയാണ് ആക്ച്വലി. നിറച്ച് മുന്തിരികളൊക്കെ ഉണ്ടായി കിടക്കുന്ന മുന്തിരി തോട്ടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ എത്തി. ഇവിടെ ഓൾറെഡി നമ്മുടെ ജിഷു ചേച്ചി വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫാമിലി ഇവിടെ എത്തി. തോമാസേൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ചേച്ചി പറയായിരുന്നു നല്ല അടിപൊളി സ്ഥലമാണ്, ഇവിടെ കാണാനായിട്ട് നല്ല രസമുണ്ട്. മറ്റേ കങ്കാരു ഉണ്ട്, അതേമാതിരി ഒലിവിൻ്റെ മരമാണ് എൻ്റെ പുറകിൽ കാണുന്നത് കേട്ടോ. ഒലിവിൻ്റെ മരം, അതേമാതിരി വീടാണെങ്കിലും മൊത്തത്തിൽ ഒരു ആംബിയൻസ് നല്ല രസമുണ്ട്. എന്തായാലും എല്ലായിടത്തും നടന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീട്. ഈ വീട്ടിലായിരുന്നു ഞങ്ങൾ നിന്നത്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ ബെഡ്റൂംസ് ഉണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ലോണ്ട്രി റൂമുണ്ട്. വാഷ് ചെയ്യാനും ഡ്രൈ ചെയ്യാനും അയൺ ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റി അതിനകത്തുണ്ട്. ഈ 2 റൂമുകളും ഫ്രണ്ട് ഫേസിങ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറേ ചെറുനാരങ്ങയും സാധനങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. ഇതിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ വരുന്നത് ഒരു ലൗഞ്ച് ഏരിയയിലേക്കാണ് കേട്ടോ. വലിയൊരു ലൗഞ്ച് ഏരിയയിലേക്കാണ്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. അതേപോലെ തന്നെ ഇതാ അടിപൊളിയാണ് കേട്ടോ. ലാവിഗ്ന എസ്റ്റേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ വീണ്ടും ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതാ ആ പൂള്, അതേപോലെ തന്നെ അവിടെ ഒരു കിച്ചൺ ഉണ്ട്. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂംസിൽ നിന്നൊക്കെ നല്ല വ്യൂസാണ് കേട്ടോ. നേരെ പൂളാണ് നമ്മൾ കാണുന്നത്. ഇതേ കണ്ട, ഒരു രക്ഷയില്ലേ. നമ്മളെ നല്ല അടിപൊളിയുണ്ട്. എല്ലാ ബെഡ്റൂംസിലും ഒരേപോലത്തെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇവരിതെന്താ വെച്ചേക്കുന്നത്? ഷാമ്പൂവും സാധനങ്ങളൊക്കെ. ഷാമ്പൂ കുറച്ച് ഇതാ ഇവിടെ ഓൾറെഡി ഇവർ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇതേ എല്ലാം കൂടെ വീണ് ഷാമ്പൂ, ഫുൾ ക്രീം മിൽക്ക്, ബിസ്ക്കറ്റ്, പേന, സോപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവരുടെ ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബാത്റൂം, ഇവിടെ വീണ്ടും ഒരു ബെഡ്റൂം. നമ്മളെ ഷൈനി ചേച്ചിയും ആന്റണി ചേട്ടനും ഓരോരുത്തരങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
ഓൾമോസ്റ്റ് എല്ലാവരും എത്താറായിണ്ടാവും വേണമെങ്കിൽ. അപ്പൊ നമ്മുടെ ഓരോ ഫാമിലീസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നിങ്ങ ഇതെന്ത് ഇങ്ങനെ നിൽക്കണം? ഹായ് പറയട്ടെ. കുഴപ്പമില്ല. എവിടെ മമ്മയുടെ മമ്മ ജിഷ 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 ഒന്ന് കാണിച്ചടാ. കാണിച്ചടാ. അപ്പോൾ ഒരു റൗണ്ട് വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ ഫാമിലീസ് എത്തി. പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കുട്ടികളൊക്കെ നേരെ വന്ന് ബാക്ക് സൈഡിൽ പൂള് കണ്ടപ്പോഴേക്കും ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറട്ടെ, പൂളിൽ ചാടട്ടെ എന്ന് ചോദിച്ചാൽ നേരെ പൂളിലേക്കായിരുന്നു. എല്ലാവരും കൂടെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വരാൻ ലേറ്റ് ആയതിൻ്റെ കാരണങ്ങൾ വഴി ബ്ലോക്കായി, അങ്ങനെ ഇങ്ങനെ കലവില വർത്താനായിട്ട് ആകെപ്പാടൊരു ബഹളമായിരുന്നു കേട്ടോ. എല്ലാവരും എത്തിയപ്പോഴാണ് ശരിക്കും ആ ഒരു ഫുൾ എനർജി ഫുൾ ഓണായി എല്ലാവരും. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു ട്രിപ്പായിരുന്നു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രാത്രി 8 മണിയായിട്ടാ. പക്ഷെ നമ്മുടെ ഒരു ഈവനിങ് ഒരു 5:30, 6 ഒക്കെ ആയൊരു ഫീലാണ്. അപ്പൊ ഞങ്ങൾ ഈ അടുത്തുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഒന്ന് നടക്കാൻ കരുതി ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ അവിടെയൊക്കെ ചുറ്റി കാണാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. ഈ വീടുകളുടെ ഇടയിലാണ് ഫുൾ വൈനറീസ് ഉള്ളത്. എല്ലാ മുന്തിരിച്ചെടികളിലും നിറച്ച് മുന്തിരിയാണ് കേട്ടോ. പക്ഷേ പഴുത്തിട്ടില്ല. ഓണർ പറഞ്ഞത് ജനുവരി ഒക്കെ ആകുമ്പോഴാണ് ഇത് ഫുള്ള് പഴുത്ത് നല്ല ബ്ലാക്ക് കളറിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടാൽ പള്ളി പോലെ തോന്നുന്ന ചെറിയൊരു വീട് നമ്മൾ കണ്ടു. അപ്പം അറിയാൻ സാധിച്ചത് അത് എക്സ്ക്ലൂസീവ്ലി ഫോർ വെഡ്ഡിങ്സ് ആണ്. ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കാരണം ആ ഒരു ചെറിയ വീടിൻ്റെ ബാക്കിൽ ഒരു ലേക്കാണ്, ഫ്രണ്ടിൽ നിറച്ച് വൈനറീസ് ആണ്. പിന്നെ അതിൻ്റെ ഉള്ളും ഒരു ചെറിയ ചാപ്പൽ പോലെ തന്നെയാണ്. കുറേ പേര് ഈവനിങ് വാക്കിന് പോയി, കുറേ പേര് പൂളിലായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മുടെ ഡിന്നർ റെഡിയാക്കാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്ന അന്ന് രാത്രി നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ചിക്കൻ കറി നമ്മൾ 5-6 ഫാമിലീസ് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത്. പിന്നെ ബൾക്കായിട്ട് നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രോസൺ പൊറോട്ട. കളിയും ബഹളവും പൂളിൽ ചാട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അത് കാരണം കൊണ്ട് നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും കൂട്ടി എല്ലാവരും ഡിന്നർ കഴിച്ചു വിട്ടാ. എടി നീ വെള്ളത്തിൽ പോയാ? ടവലെടുക്കട്ടെ? അതെ, തമ്പോല. അപ്പം ഞങ്ങൾ ഫുഡടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം കളിക്കാനിരുന്നത് സ്വർണ്ണ തമ്പോല കളിക്കാനായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടോക്സനാണ്. പേര് പോലെ അത്ര ടോക്സിക് ഒന്നുമല്ല, നമുക്ക് കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരു ആളാണ് കേട്ടോ. എനിവേ, അപ്പോൾ ടോക്സനും തന്നെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കളിച്ചതാണ് ഡെഫിനറ്റ്ലി നമ്മൾ ആൾ കൂടുമ്പോൾ കളിക്കുന്ന ഒരു കളിയാണ് തംഷാറ്റ്സ്. സിനിമ പേര് പറഞ്ഞ് നമ്മൾ ആക്ഷൻ വഴി കാണിക്കുന്നത്. അത് ഒന്നൊന്നര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു ആ കളി. എല്ലാവരും എൻജോയ് ചെയ്തു. എനിക്കൊന്ന് രാത്രി 2:30-3 മണി വരെ എല്ലാവരും ഇരുന്ന് കളിക്കായിരുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമാണ്. ഞാൻ അതിലത്തെ കുറച്ച് മൊമെന്റ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
ഫോറസ്റ്റ് വായ വായ തുറക്കല്ലേ വായ വായ പുക പുക സ്പേസ് നരകം ഗോളാന്തര വാർത്ത നരകം வாழ்வே മായ കാവൽക്കാരൻ യുദ്ധം കാവലാളി അപ്പോൾ കളിച്ചിരുന്ന് നട്ടപ്പാതിര ഇത് സത്യം പറഞ്ഞാൽ ആരും അറിഞ്ഞില്ല കേട്ടോ. എല്ലാവർക്കും ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമുണ്ട്, വന്ന പാടെ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഇത് എൻജോയ് ചെയ്തതുകൊണ്ട് നമ്മൾ അതിലങ്ങനെ മുഴുകിയിരുന്ന് പോയി. പക്ഷെ ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് കളിച്ചു കഴിഞ്ഞാൽ നാളെ കാലത്ത് എണീറ്റ് കഴിയുമ്പോൾ ലേറ്റ് ആവുമല്ലോ, അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം മിസ്സായി പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രം എല്ലാവരും പോയി കിടന്നുറങ്ങി. ആൻഡ് നെക്സ്റ്റ് ഡേ അതൊരു അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ ഇന്ന് എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്മൾ നെക്സ്റ്റ് ഡേ എൻജോയ് ചെയ്തു. കുക്കിംഗ് ആയിക്കോട്ടെ, നമ്മൾ സ്വിമ്മിങ് പൂളിൽ പോയതായിക്കോട്ടെ, ഒരുപാട് ഫോട്ടോസ് എടുത്തതായിക്കോട്ടെ, ഒരുപാട് ക്വാളിറ്റി ടൈം നമുക്കുണ്ടായിരുന്നു. ആൻഡ് വി റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എന്തോരം ഹാപ്പിനെസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കാരണവും. കാരണം നമ്മുടെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആയിരുന്നു. അപ്പോൾ അത് ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എനിവേ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മനോഹരങ്ങളായിട്ടുള്ള സന്തോഷം നിറഞ്ഞ വ്ളോഗ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അതോടൊപ്പം തന്നെ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. താങ്ക് യു.